കുടുംബങ്ങളുടെ സ്ഥാപകൻ ദൈവമാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം ആ കുടുംബത്തെ സ്ഥാപിച്ചു. വേദപുസ്തകത്തിൽ കുടുംബമായി ദൈവത്തിന് യാഗമർപ്പിച്ച ഒരു വ്യക്തിയെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. അത് മറ്റാരുമല്ല, ഇയ്യോബാണ്. തൻ്റെ മക്കൾ പാപം ചെയ്ത് ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ ദൈവതേജസ് നഷ്ടപ്പെടും എന്നറിഞ്ഞ് ഭയന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഇയ്യോബ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ മക്കൾക്ക് വേണ്ടി യാഗം ചെയ്തിരുന്ന ഒരു ഇയ്യോബിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കുടുംബ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയാഗം അർപ്പിക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. നമ്മുടെ കുടുംബത്തിലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയാഗം അർപ്പിക്കുന്നവരായിരിക്കണം. അത് കുടുംബമായി അർപ്പിക്കുന്നവരായിരിക്കണം. ഇവിടെ ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം ഇയ്യോബ് കുടുംബമായി ദൈവസന്നിധിയിൽ യാഗമർപ്പിച്ചിരുന്നു എന്ന് ഇയ്യോബിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കുടുംബമായി ഉള്ള യാഗം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ കുടുംബമായുള്ള യാഗം അത് മറ്റൊന്നുമല്ല, കുടുംബ പ്രാർത്ഥനയാണ്. കുടുംബ പ്രാർത്ഥനയുള്ള ഭവനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണ്. കുടുംബ പ്രാർത്ഥനയില്ലാത്ത ഭവനം സാത്താൻ്റെ പണിപ്പുരയാണ് എന്ന് നാം തിരിച്ചറിയണം. കുടുംബ പ്രാർത്ഥനയുള്ള ഭവനത്തിൽ ഒരുമിച്ച് വളരും. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനം ഒരുമിച്ച് വളരും. നമ്മുടെ കുടുംബത്തിൽ ഒരുമിച്ച് വളരുന്ന അനുഭവം സാധ്യമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ ഓരോ ദിവസവും ദൈവം നൽകിയ നന്മകളെ ഓർത്ത് ദൈവസന്നിധിയിലുള്ള യാഗാർപ്പണമാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥന എന്ന് മറന്നു പോകരുതേ. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടാകണം. ഇയ്യോബ് നമ്മെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുതന്നെയാണ്. തൻ്റെ മക്കളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ നിന്നും ദൈവത്തെ നഷ്ടപ്പെടുമെന്നോർത്ത്, ദൈവത്തെ ത്യജിക്കുമെന്നോർത്ത് അവരെ വിളിച്ചു വരുത്തി യാഗം കഴിപ്പിക്കുന്ന ഒരു ഇയ്യോബിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ മക്കളെ വിളിച്ചിരുത്തി കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കാൻ, കുടുംബ പ്രാർത്ഥനയുള്ള ഭവനങ്ങളായി ഓരോ ഭവനങ്ങളും മാറുവാൻ, അങ്ങനെ ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന ഭവനങ്ങളായി മാറാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളെ ദൈവം സഹായിക്കട്ടെ.